ഇതാണ് നമ്മൾ വേറെ ആർക്കെങ്കിലും പറയാറുണ്ട് കേട്ടോ. എല്ലാ പ്രൊഡ്യൂസറെ പറ്റിക്കാനുള്ള പരിപാടിയാണ്. ഇത്രയും ത്യാഗമൊക്കെ സഹിച്ചാണോ നമ്മൾ ചെയ്യുന്നത്? അത്രയും കിടക്കണത്. അപ്പൊ റെഡിയല്ലേ? അപ്പം നമ്മൾ കുളിക്കുന്നു. ശ്രീനിവാസൻ പറഞ്ഞാൽ നമ്മൾ ചാടിയിരിക്കുകയാണ്. നമ്മളാണ് കാര്യങ്ങളൊക്കെ പറയുന്നത്. നല്ല വെള്ളം ഒഴിക്കുന്നത്, ക്യാമറ ഇവരെല്ലാം വന്നോട്ട്, ഒരു പ്രശ്നമില്ല. ഒരു ഡയറക്ടർ സ്കില്ല് അവിടെ ഉണ്ടാവണം. ശരിക്കും അങ്ങനെ വെറുതെ അങ്ങോട്ടോ ഇങ്ങോട്ടോ എവിടെയെങ്കിലും നിൽക്കാം. നമുക്ക് കംപ്ലീറ്റ് കവറേജാണ് വേണ്ടത്. നീ ആ കുളിച്ചാൽ പോകുന്നു. കുഴപ്പമില്ല. ഓ ഇവന്റെ ഇത് മോഹൻ്റെ ഒന്ന് നോക്കി നോക്കാം. അറിയാം ഇതാണെങ്കിൽ അതിൻ്റെ ലിമിറ്റേഷൻസ് അനുസരിച്ചിട്ട് ഈ കുഞ്ഞുമൊക്കെ വന്നോട്ടെ. മോനെ നീ കുറച്ച് മുന്നോട്ട് ഇങ്ങനെ നിൽക്കുക. എന്നാൽ തിരിഞ്ഞിട്ട് ആ ക്യാമറ അന്നും കൂടെ നിൽക്കുന്നതും കൂടെ എടുക്കുക. എന്തായാലും ഒരു നോക്കിയിട്ട് എന്താണ് ചെയ്യണമെന്ന് മക്കൾക്ക് മനസ്സിലാവട്ടെ. മറ്റേ ക്യാമറ എടുത്തോണ്ടേക്കാം. ആ സൗണ്ട് വന്നോന്ന് കേട്ടോ. നമ്മുടെ ഈ ഇതിൻ്റെ സൗണ്ട് വന്നപ്പോൾ ഇത് ക്യാമറ തിരിച്ചിട്ട് ഇവരെല്ലാം വന്നോട്ട്. പിന്നെ ഇവിടെ അവനും അവിടെ നിന്ന് നിൽക്കാനോ ഒന്ന് വിളിക്കോ. വണ്ടി ഇരിക്കണം വിളിച്ച് ഇറക്കി ഇങ്ങനെ കൊണ്ടുവന്നാൽ ഒരു 4-5 മിനിറ്റ് ആകുമ്പോൾ നിർത്തും. എന്നിട്ട് ആ കുഞ്ഞുങ്ങളും കൂടെ ഒന്ന് എടുത്താൽ മതി. 2 മതി. പെട്ടെന്ന് വരാൻ നോക്കുക. പറ. അപ്പൊ കറുത്ത മാനസം എന്ന ചിത്രത്തിൻ്റെ ചിത്രീകരണം നടക്കുകയാണ്. നമ്മുടെ നായകൻ വിശ്വം രാന്തരപ്പള്ളി, വിഷ്ണു, അനന്തു ഇവരെല്ലാം ക്യാമറയ്ക്ക് മുന്നിൽ നിൽക്കുകയാണ്. മണിക്കൂറുകളായിട്ട് നമ്മളിങ്ങനെ വെള്ളത്തിൽ കിടക്കുന്നു. നമ്മുടെ പ്രവീൺ ഏണിക്കരയാണ് ഇതിൻ്റെ ക്യാമറ ചെയ്യുന്നത്. കഥയെ പറ്റിയിട്ടും അതിനെപ്പറ്റിയുള്ള കാര്യങ്ങളെല്ലാം പുള്ളിക്കാരെ മനസ്സിലാക്കി നമ്മളിങ്ങനെ ഒരു അതെല്ലാം എടുത്തോ. ആരും ഇങ്ങോട്ട് പോകണമൊക്കെ എടുക്കാം. രാവിലെ മുതൽ ഞങ്ങളിങ്ങനെ വെള്ളത്തിൽ കിടക്കുകയാണ്. നമ്മുടെ ഭാരത നിർമ്മിച്ചിരിക്കുകയാണ്. സിനിമയാണല്ലോ, അപ്പോൾ അതിന് ഒരുപാട് പ്രയാസങ്ങളും ഉണ്ട്. പ്രൊഡ്യൂസർ സന്തോഷ് തമ്പലാട്ട് ഇപ്പോൾ ഖത്തറിലിരുന്ന് നമ്മുടെ ഷൂട്ടിനെ പറ്റിയിട്ടൊക്കെ ചിന്തിച്ചിരിക്കുകയാണ്. പലരും പല ദേശത്തും ഇരുന്ന് കാണുകയാണ്. 3 ദിവസത്തെ ഷൂട്ടാണ്. ഇന്നെന്തായാലും ക്ലൈമാക്സ് എടുക്കാനുള്ള തിരക്കിലാണ്. അതാണിപ്പം ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. വീണ്ടും കാണാം. ഓക്കെ, ബൈ. ആ പുഴയിൽ ഒന്ന് അതൊന്ന് ശ്വാസപത്തിക്കിട്ടില്ല. അങ്ങനെ ഒന്ന് ആ വിഷയം കംപ്ലീറ്റ് ആയിട്ടൊന്ന് എടുത്തിട്ട് കട്ട് ചെയ്യും. നോക്കാം.
അവര് ബാക്കി വരുന്നുണ്ട്, അതിന് എടുത്തേക്ക്. തലേന്ന് തുണിയെടുക്കുമ്പോളെ അവളുടെ തലേന്ന് തുണിയെടുക്കാൻ ഇവിടെ പതുക്കെ നടന്നുവാ. ഇവിടെ അവിടെ കുറച്ച് ഷോർട്ട് എവിടെ ഒട്ടിച്ചേർന്ന് ഇന്നോട് മോളായിച്ചേർന്ന് നടന്നുവാ. കൊടക്ക് ക്യാമറ ഓടിയണോ ചൂട്? നീ ഇവിടെ അങ്ങോട്ട് നിன்ற മാറ്റാൻ പറഞ്ഞ ക്യാമറയ്ക്ക്